സോ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ തകരാറിലാക്കുന്ന അല്ലെങ്കിൽ അതിന് ചേഞ്ച് വരുത്തുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. നമ്മൾ ജീൻ മൈഗ്രേഷൻ പറഞ്ഞിരുന്നത് രണ്ട് പോപ്പുലേഷനിലെ ആ ജീനുകൾ തമ്മിൽ അല്ലെങ്കിൽ ഓർഗാനിസംസ് തമ്മിലുള്ള മൂവ്മെൻറ്റ് ജീൻ ഫ്ലോ സംഭവിച്ചാലും ആ ജനറ്റിക് ഇക്വിലിബ്രിയത്തിന് തകരാറ് വരും അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം ചേഞ്ച്ഡ് ആവും. അതുപോലെ ജനറ്റിക് ഡ്രിഫ്റ്റ് അതിന് മൾട്ടിപ്പിൾ ടൈംസ് ജീൻ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ജീൻ ഫ്ലോ എന്ന് പറയുക. അതേസമയം ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ജീൻ ഫ്ലോ തന്നെ അത് റാൻഡമായിട്ട് നടക്കുകയാണെങ്കിൽ, റാൻഡമായിട്ടുള്ള ചേഞ്ചസുകൾ ജീൻ പൂളിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. സോ റാൻഡം ചേഞ്ചസ് ഇൻ ദ ജീൻ ഫ്രീക്വൻസി ഒക്കറിങ് ബൈ എ ചാൻസ്. സോ ഒരു ബൈ ചാൻസ് കാരണം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാൻസ് കാരണം നമ്മുടെ പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസി റാൻഡമായിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ചേഞ്ചസ് ആണ് എവിടെ നടക്കുന്നത്? ജീൻ ഫ്രീക്വൻസിയിൽ. ഒരു പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസിയിൽ നടക്കുന്ന റാൻഡം ചേഞ്ചസ് ആണ്. അതെങ്ങനെ നടക്കണം? ഒക്കർ ബൈ എ ചാൻസ്. സോ ഒരു ബൈ എ ചാൻസ് വഴി, അത് ഉറപ്പൊന്നുമില്ല, മേ ബി അങ്ങനെ നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. സോ ഒരു ചാൻസ് ഇവൻ്റ് ആണ് നമ്മുടെ പറയുന്ന ജനറ്റിക് ഡ്രിഫ്റ്റ്. സോ സാമ്പിളിങ് എറർ എന്ന് പറയാം. സോ അത് ചിലപ്പോൾ ഇങ്ങനെ നടക്കും, ചിലപ്പോൾ ഇങ്ങനെ, നമുക്ക് എങ്ങനെയാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ബൈ ചാൻസ് ഇവൻ്റ് മൂലം ഈ റാൻഡം ചേഞ്ചസുകൾ ജീൻ ഫ്രീക്വൻസിയിൽ നടക്കുമ്പോൾ ആണ് പറയുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ്. സോ റാൻഡം ആയിട്ടുള്ള ചേഞ്ചസ് ബൈ എ ചാൻസ് നടക്കുകയാണെങ്കിൽ അതെന്താണ്? ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുത്തുമ്പോൾ അതിനെന്ത് പറയുന്നു? ജനറ്റിക് ഡ്രിഫ്റ്റ്. സോ ജീൻസ് ദാറ്റ് ഫോം ദ ജീൻ പൂൾ. സോ ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ള ആ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള ആ ജനറേഷനിൽ എന്തെങ്കിലും ചേഞ്ച്, ആ ചേഞ്ച് അങ്ങനെ ഒരു ബൈ ചാൻസ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു ചേഞ്ച് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ അവിടെ നിന്ന് പോകുന്ന ജീനുകൾ, ജീൻസ് ദാറ്റ് ഫോം ദ ജീൻ പൂൾ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ, ഈ പോപ്പുലേഷനിലുള്ള ജീനുകളൊക്കെ എന്താ? ജീൻ പൂളിലുള്ള അലീലുകളും അതിൻ്റെ ഫ്രീക്വൻസികളാണ്. അതിലുള്ള ജീനുകൾ വേറൊരു പോപ്പുലേഷനിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നു? ആ പോകുന്ന ജീനുകളാണ് പറയുന്നത് ജീൻസ് ദാറ്റ് ഫോം ഈ പ്രസൻറ്റ് ജനറേഷനിലെ കറണ്ട് പോപ്പുലേഷനിലെ ജീനുകൾ വേറെ ഒരു പോപ്പുലേഷനിലേക്ക് പോകുമ്പോൾ, ബൈ ചാൻസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, ബൈ ചാൻസ് അതിനൊരു ചേഞ്ച് വരുമ്പോൾ ജീൻസ് ദാറ്റ് ഫോം, ആ പോകുന്ന ജീനുകൾ എന്താവുന്നു? ഫോം ദ ജീൻ പൂളായിട്ട് മാറുന്നു. എങ്ങനത്തെ? ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ. ഈ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ ജനറേഷനിൽ നിന്ന് പോകുന്ന ജീനുകൾ വേറൊരു ജനറേഷൻ്റെ ജീൻ പൂളായി മാറുന്നു. ജീൻസ് ദാറ്റ് ഫോം ദ ജീൻ പൂൾ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ ഫ്രം കറണ്ട് ജനറേഷൻ. ഇപ്പോൾ ഉള്ള ജനറേഷനിലെ ഇപ്പോൾ ഉള്ള പോപ്പുലേഷനിൽ നിന്ന് ജീനുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെ? റാൻഡം ചേഞ്ചസ് വഴി, ബൈ ചാൻസ് അത് മൈഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പോകുന്ന ജീനുകൾ, റാൻഡമായിട്ട് മാറപ്പെടുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ അവരുടെ അലീലുകൾ, ജീനുകൾ എന്തായിട്ട് മാറുന്നു? വേറൊരു ജീൻ പൂളായിട്ട് മാറുന്നു. നെക്സ്റ്റ് ജനറേഷൻ്റെ വേറൊരു ജീൻ പൂളായി മാറുന്നു. സോ ഈ പറഞ്ഞ ജീൻ ഫ്ലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റാൻഡം ചേഞ്ചസ് ജീനുകളിൽ സംഭവിക്കുന്ന ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നാണ് ഈ ജീനുകൾ റാൻഡമായിട്ട് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് അതിനെ അത്രമാത്രം എഫക്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസീനെ അത്ര വലിയൊരു പോപ്പുലേഷനിൽ ഈ പറഞ്ഞ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ ജീൻ പൂൾ വേറൊരു ജീൻ പൂളായി മാറുന്നത് വലിയ എഫക്റ്റ് ഒന്നും ചെയ്യില്ല. അതേസമയം ഈ പോകുന്നത് ഒരു സ്മോൾ പോപ്പുലേഷനിൽ നിന്നാണെങ്കിൽ അത് ഒരുപാട് ചേഞ്ചസ് വരുത്തും. സോ ഇൻ എ സ്മോൾ പോപ്പുലേഷൻ, ഒരു സ്മോൾ പോപ്പുലേഷനിൽ ഒരു നാച്ചുറൽ കലാമിറ്റി വരികയാണെങ്കിൽ, എന്തെങ്കിലും ഫ്ലഡോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാച്ചുറൽ കലാമിറ്റി ഒരു സ്മോൾ പോപ്പുലേഷനിൽ വരികയാണെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയും. അതൊക്കെ ഒരു ബൈ ചാൻസ് റാൻഡമായിട്ട് നടക്കുന്ന ചേഞ്ചസുകളാണ് ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റീസൊക്കെ. സോ ഒരു സ്മോൾ പോപ്പുലേഷനിൽ സംഭവിക്കുമ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ത് ഉണ്ടാക്കും? ജനറ്റിക് ഡ്രിഫ്റ്റ് കോസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്, നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചേഞ്ചുകൾ ഉണ്ടാക്കും. എവിടെ? ഇൻ അലീലിക് ഫ്രീക്വൻസീസ്. അലീലിക് ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കും. ആര്? ജനറ്റിക് ഡ്രിഫ്റ്റ്. എപ്പോൾ? ഒരു സ്മോൾ പോപ്പുലേഷനിലാണെങ്കിൽ, ഒരു ചെറിയ പോപ്പുലേഷനിൽ നിന്ന് ആ പോപ്പുലേഷനിൽ നിന്ന് ആ പ്രസൻറ്റ് ജനറേഷനിൽ നിന്ന് ജീനുകൾ കൈമാറുകയാണെങ്കിൽ, റാൻഡമായിട്ട് അവിടെ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ആ സ്മോൾ പോപ്പുലേഷനിൽ ഒരുപാട് ചേഞ്ചുകൾ വരും. അവിടുത്തെ ജീൻ ഫ്രീക്വൻസിക്ക് വലിയൊരു ഡിഫറൻസ് ഉണ്ടാകുന്നു, അത് അതിനെ എഫക്റ്റ് ചെയ്യുന്നു. സോ ജനറ്റിക് ഡ്രിഫ്റ്റ് കോസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി. ആ സ്മോൾ പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസിക്ക് ഒരുപാട് മാറ്റം സംഭവിക്കുന്നു. ഡിറൈവ്ഡ് ഫ്രം സ്മോൾ ബാൻഡ്സ് ഓഫ് കോളനൈസ്, അങ്ങനെ അവിടുന്ന് മാറ്റപ്പെടുന്ന പുതിയ
ജീനുകൾ ജീൻ പൂളായി മാറുന്നു പറഞ്ഞു. അവരെന്തായിട്ട് മാറുന്നു? ഫൗണ്ടേഴ്സ് ആയിട്ട് മാറുന്നു. സോ ആ സ്മോൾ പോപ്പുലേഷനിൽ നിന്ന് പോകുന്ന ജീനുകൾ ഫൗണ്ടേഴ്സ് ആയിട്ട് മാറുന്നു. എന്നിട്ട് അവർ ഒരു ന്യൂ ഹാബിറ്ററ്റിൽ ഇവോൾവ് ചെയ്യാൻ തുടങ്ങുന്നു. സോ അവിടെ നിന്ന് ആ സ്മോൾ പോപ്പുലേഷനിൽ നിന്ന് മാറുന്ന റാൻഡമായിട്ട് മാറുന്ന ജീനുകൾ എന്തായി മാറുന്നു? അവർ ഫൗണ്ടേഴ്സ് അഥവാ ന്യൂ ഹാബിറ്ററ്റിൽ അവർ വളരാൻ തുടങ്ങുന്നു. ഒരു പുതിയ ജീൻ ഫ്രീക്വൻസിയോട് കൂടി ഒരു പുതിയ പോപ്പുലേഷനായിട്ട് അവർ മാറുന്നു. അതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. Their phenotype quickly become different from the parent population. ഈ അവിടെ നിന്ന് മാറപ്പെടുന്ന ജീനുകൾ അല്ലെങ്കിൽ മാറപ്പെടുന്ന ജീൻ പൂളുകൾ അല്ലെങ്കിൽ ന്യൂ ഹാബിറ്ററ്റിൽ ഇപ്പോൾ കൈമാറി വന്ന പുതിയ ജീനുകൾ അല്ലെങ്കിൽ ഓർഗാനിസംസ് അവർ ഫൗണ്ടേഴ്സ് എന്ന് പറയപ്പെടുന്നു. ആ ഫൗണ്ടേഴ്സിൻ്റെ ഫീനോടൈപ്പ് ഇപ്പോൾ പുതുതായി രൂപം കൊണ്ട ആ പോപ്പുലേഷൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ക്വിക്ലി ബിക്കം ഡിഫറെൻറ്റ് ഫ്രം ദ പാരൻ്റൽ. ഏത് പോപ്പുലേഷനിൽ നിന്നാണോ അവിടെ ഒരു പുതിയ പോപ്പുലേഷനായിട്ട് പിന്നീട് മാറിയത്, ആ പഴയ പോപ്പുലേഷനിൽ പാരൻ്റൽ പോപ്പുലേഷനിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജീൻ ഫ്രീക്വൻസിയോട് കൂടിയ ഒരു പോപ്പുലേഷനായിട്ട് പുതിയ ഫൗണ്ടേഴ്സ് ആയി മാറുന്നു. സോ ദേ ഫോം എ ന്യൂ സ്പീഷീസ്. അവസാനം ഗ്രാജ്വലി എന്തായി മാറുന്നു? ഈ ഫൗണ്ടേഴ്സ് പിന്നീട് ഒരു പുതിയ സ്പീഷീസ് ഉള്ള പോപ്പുലേഷനായിട്ട് മാറുന്നു. സോ ഈ ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടർ ഇഫക്റ്റ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്? പുതിയ ഫോർമേഷൻ അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നു. ഒരു ഓൾഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് ജനറേഷനിൽ നിന്ന് പ്രസൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് അവിടെ നിന്ന് ജീനുകൾ റാൻഡമായിട്ട് ചേഞ്ച് ചെയ്ത് ആ ജീനുകൾ ഒരു പുതിയ പോപ്പുലേഷൻ അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഉള്ള ഒരു പോപ്പുലേഷനായിട്ട് മാറുന്നു. അവിടെയുള്ള ജീൻ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് പാരൻ്റ് ആയിട്ടുള്ള എവിടെ നിന്നാണോ വന്നത് അവിടെ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ പുതിയ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസിനെ നമ്മൾ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് തന്നെ. ഇനി എന്തുകൊണ്ടാണ് ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത് നോക്കാം. ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്ന് പറയാൻ കാരണം നമ്മളൊരു എക്സാമ്പിൾ പറയണത്, നമ്മളൊരു സോഡാ കുപ്പിയൊക്കെ കണ്ടിട്ടില്ലേ? സോഡാ കുപ്പി, ആ സോഡാ കുപ്പിയുടെ നെക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ എന്താ പറയുക ഇടുങ്ങിയതാണ് അതിൻ്റെ നെക്ക്. അതിൻ്റെ ആ ബോട്ടിൽ നമ്മൾ കുറച്ച് കോയിൻസ് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത കളറുകളുള്ള എന്തെങ്കിലും കോയിൻസോ അല്ലെങ്കിൽ വ്യത്യസ്ത കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മുത്തോ എന്തെങ്കിലും പളുങ്ക് അങ്ങനത്തെയൊക്കെ ഇടുകയാണെന്ന് വിചാരിക്കാം. അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് കൊടുത്തത്, ഒരു ബോട്ടിൽ. സോ ആ ബോട്ടിലിൻ്റെ നെക്ക് ഭയങ്കര ഇടുങ്ങിയതാണ്. അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് അലീൽസുകളും ജീൻസുകളാണ് ഈ പറഞ്ഞ റെഡ് ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനെ നമുക്കൊരു ഒറിജിനൽ പോപ്പുലേഷനായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതൊരു ഒറിജിനൽ പോപ്പുലേഷനാണ്. ഈ ബോട്ടിൽ കാണുന്നത് ഒരു ഒറിജിനൽ പോപ്പുലേഷനാണ്. ഒറിജിനൽ പോപ്പുലേഷനിൽ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അലീലുകളും ജീനുകളും രണ്ട് വ്യത്യസ്ത കളറുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിന് ഒരു ജനറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്. ഈ ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടുത്തെ അലീലിക് ഫ്രീക്വൻസി കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ആണ്, സ്റ്റേബിളാണ്. ഇതിന് മാറ്റം വരുന്നില്ല. എപ്പോഴാണ് ഇതിന് മാറ്റം വരുന്നത്? ഈ പറഞ്ഞ അലീലുകളും ജീനുകളെയും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഫാക്ടേഴ്സ് വന്ന് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, ആ ഫാക്ടറാണ് നമ്മളിവിടെ പറയുന്ന ഫാക്ടർ ജനറ്റിക് ഡ്രിഫ്റ്റ്. സോ ഈ പറഞ്ഞ അലീലുകളിലും ജീനുകളിലും ഈ പറഞ്ഞ ഒറിജിനൽ പോപ്പുലേഷനിലുള്ള അലീൽ അഥവാ ജീനുകളിൽ എന്തെങ്കിലും ജനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതൊരു ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യും. എങ്ങനെയാണ് ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുക? ഈ ബോട്ടിൽ നമ്മൾ ബൈ ചാൻസ് നമ്മളിപ്പോൾ ഈ ബോട്ടിൽ രണ്ട് ടൈപ്പ് പോപ്പുലേഷൻ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ജീനുകൾ അല്ലെങ്കിൽ അലീലുകൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ജീനിൻ്റെ രണ്ട് അലീലുകൾ കാണിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ആ ബോട്ടിലുള്ള കോയിൻസ് അല്ലെങ്കിൽ ആ പളുങ്ക് അല്ലെങ്കിൽ മുത്ത് രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇപ്പോൾ ബ്ലൂവും റെഡും ആണ് കാണിച്ചേക്കുന്നത്. അതിനെ നമ്മളിങ്ങനെ ഒരു ബോട്ടിലേക്ക് വേറൊരു ബോട്ടിലേക്ക് ഇങ്ങനെ കുടയാൻ ശ്രമിക്കാൻ നിൽക്കുക, അതിൽ നിന്ന് ഷേക്ക് ചെയ്ത് കളയാൻ നിൽക്കുക. സോ ഇത് നെക്ക് ഭയങ്കര ഇടുങ്ങിയതായതുകൊണ്ട് ഓരോ വട്ടം ഷേക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ബ്ലൂ ആണോ വരുന്നത് റെഡ് ആണോ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ വരുന്നതൊക്കെ എന്താ ബൈ ചാൻസ് ആണ്. സോ അവിടെ നിന്ന് കൈമാറുന്ന ഈ പറഞ്ഞ ബ്ലൂ ആൻഡ് റെഡ് ഒക്കെ ബൈ ചാൻസ് ആയിട്ട് വരുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് അതിനെ റാൻഡം ചേഞ്ച് എന്ന് പറയുന്നു. സോ അതിനെ നമ്മൾ കുടയുമ്പോൾ ഇതിൽ വീഴുന്നത് നമുക്ക് ഉറപ്പിക്കാമല്ലേ, ചിലപ്പോൾ ബ്ലൂ ആവാം ചിലപ്പോൾ റെഡ് ആവാം. അങ്ങനെ വീഴുന്ന ആ ഫോം ചെയ്യുന്ന ജീനുകളാണ് ഇവിടെ കാണിച്ചേക്കണം. ഇതിനെ നമ്മൾ വീഴ്ത്തുമ്പോൾ എന്താണ്? ഇതൊരു പോപ്പുലേഷനാണ്. പോപ്പുലേഷനിലെ അലീലുകളോ അല്ലെങ്കിൽ ജീനുകളാണ് ഒറിജിനൽ പോപ്പുലേഷൻ. ഈ ഒറിജിനൽ പോപ്പുലേഷനിൽ ഒരു ചാൻസ് ഇവൻറ്റ് വരികയാണെങ്കിൽ, ചാൻസ് ഇവൻറ്റ് വരുമ്പോൾ ഈ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നു. എന്താണ് ചാൻസ് ഇവൻറ്റ്? നമ്മളതിനെ കുടയുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന ആ ജീനുകൾ അല്ലെങ്കിൽ അലീലുകൾ ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സംടൈംസ് ബ്ലൂ ആയിരിക്കാം, സംടൈംസ് റെഡ് ആയിരിക്കാം.
അങ്ങനെ ഫോം ചെയ്യുന്നതിൽ ഫലമായിട്ട് ഈ ഒറിജിനൽ പോപ്പുലേഷനിൽ എന്ത് സംഭവിക്കുന്നു? ചിലപ്പോൾ കുറേ ബ്ലൂ പോവും, ചിലപ്പോൾ കുറേ റെഡ് വീഴും. അപ്പോൾ ഈ ഒറിജിനൽ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുന്നു, കുറയുന്നു. കാരണം ഇതിലുള്ള അലീലുകളും ജീനുകളും വേറൊരു ഇതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ല. അതെങ്ങനെയാണ്? റാൻഡം ആയിട്ടാണ് മാറ്റുന്നത്. അതും ഒരു ബൈ ചാൻസ് ആണ്. നമുക്ക് ഇങ്ങനെയാണ് പോവാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ വീഴുന്ന ഈ ഒരു ട്രേ അല്ലെങ്കിൽ അത് ബോട്ടിൽ വീഴുന്നത് വീണ്ടും നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആരെയൊക്കെയാണ് നമുക്ക് കളക്ട് ചെയ്ത്? അവരെ നമ്മൾ സർവൈവേഴ്സ് എന്ന് പറയുന്നു. സർവൈവർ ഇൻഡിവിജ്വൽസ് ആണ് ഇത്. ഈ പറഞ്ഞ ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് ഈ റാൻഡം ചാൻസ് ഇവൻ്റ് മൂലം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കാരണം വന്ന ഇൻഡിവിജ്വൽസ് ആണ് ഇവിടെ സർവൈവർ ഇൻഡിവിജ്വൽസ് വിത്ത് ചേഞ്ച്ഡ് അലീൽ. സോ ഇവിടുത്തെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കിട്ടിയ ചേഞ്ച്ഡ് അലീൽ ജീൻ ഫ്രീക്വൻസി, ഇപ്പോൾ എന്താണ് അവൈലബിൾ ആയിട്ട് കിട്ടിയത് ആ ജീൻ ഫ്രീക്വൻസി, അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഒരു പോപ്പുലേഷൻ വിത്ത് ന്യൂ കോമ്പിനേഷൻ ഓഫ് ഒറിജിനൽ, ഒരു പുതിയ പോപ്പുലേഷനോടുകൂടി പുതിയ ജീൻ ഫ്രീക്വൻസിയോടുകൂടി ഒരു പുതിയ പോപ്പുലേഷൻ അറൈസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയും എന്ത് സംഭവിക്കാം? എവല്യൂഷൻ സംഭവിക്കാം. സോ ഒരു ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് ചാൻസ് ഇവൻ്റ് പ്രകാരം ഒറിജിനൽ പോപ്പുലേഷനിലെ ഫ്രീക്വൻസിക്ക് മാറ്റം വന്ന് അതിൽ നിന്ന് മാറ്റം വന്ന ആ ആൾക്കാരെ നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നു. എന്താണ് അവിടുന്ന് ചാൻസ് ഇവൻ്റ് മൂലം വന്നു കഴിഞ്ഞാൽ ആ ജീനുകൾ അല്ലെങ്കിൽ അലീലുകൾ, അവരാണ് ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു? പിന്നീട് ഒരു പുതിയ ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ അലീലുകളുള്ള ജീനുകളുള്ള ഒരു പോപ്പുലേഷനായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് ബോട്ടിൽ നെക്ക് ഇഫക്റ്റ്. സോ രണ്ട് പേരുണ്ട്, ബോട്ടിൽ നെക്ക് ഇഫക്റ്റും എന്നും പറയും, ഫൗണ്ടർ ഇഫക്റ്റ് എന്നും. പുതിയ ഫോർമേഷൻ ഓഫ് കോളനീസ് ഉള്ളത് കൊണ്ട്, ഒറിജിനൽ പോപ്പുലേഷന് പുതിയ ഫോർമേഷൻ ഓഫ് കോളനീസ് ഫോം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഫൗണ്ടർ ഇഫക്റ്റ് എന്നും, ഈ ബോട്ടിൽ നെക്ക് വെച്ചിട്ട് നമ്മൾ ഇതിന് എക്സ്പെരിമെൻറ്റ് നടത്തി അതിനെ പ്രൂവ് ചെയ്യുന്നുണ്ട്, ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്നും പറയും. ഇതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. റാൻഡമായിട്ടുണ്ടാവുന്ന ചേഞ്ചസുകൾ കാരണം ആ പറഞ്ഞ ജനറ്റിക് ഇക്വിലിബ്രിയം തകരാറില്ല, അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവല്യൂഷൻ സംഭവിച്ച് ഒരു പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയ പോപ്പുലേഷൻ ഫോം ചെയ്യപ്പെടുന്നു.